സുബ്ഹാനഹു വ തആല നല്ല വസ്ത്രവും നല്ല ശരീരവും നല്ല രൂപത്തിലും കോലത്തിലും നമ്മളെ അല്ലാഹു പടച്ചു. എന്നാൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വികൃതമാക്കി മുടിയെല്ലാം ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് തോന്നിയാസങ്ങളിലൂടെ ജീവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ നടന്മാരുടെയും അതുപോലെ തന്നെ പോപ്പ് ഗായകരുടെയും വേഷങ്ങൾ അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതേ ശത്രുക്കളുടെ മർദ്ദനമേറ്റ് മരണത്തോട് ബല്ലടിക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു വരുന്നൊരു ചെറുപ്പക്കാരൻ അതേ നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചയച്ച് പള്ളിയിലേക്ക് കടന്നു വരുന്നു. ആ സമയത്ത് ആ ചെറുപ്പക്കാരനെ ഉപദേശിച്ചല്ലോ, ഇങ്ങനെ മോനെ വസ്ത്രം ധരിക്കില്ല, ഇത് നരകത്തിലേക്കുള്ള വസ്ത്രധാരണയാണ്. നെരിയാണിക്ക് താഴെ ഒരാൾ വസ്ത്രം വലിച്ചയച്ച് നടന്നാൽ അവൻ്റെ വസ്ത്രം നരകത്തിലാണ്, അവൻ നരകത്തിലാണെന്നു മാത്രമല്ല അവനിലേക്ക് അല്ലാഹു തിരിഞ്ഞു നോക്കൂല. ലോകത്ത് ആരുടെ നോട്ടം കിട്ടിയില്ലെങ്കിലും യജമാനനായ റബ്ബിൻ്റെ നോട്ടം നമുക്ക് കിട്ടേണ്ടതുണ്ട്. ആ നോട്ടം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അതേ വാപ്പയുടെ ആണ്ട് വരുമ്പോൾ, ഉമ്മയുടെ ആണ്ട് വരുമ്പോൾ ഖബർസ്ഥാനിലേക്ക് വലിച്ചയച്ച പാൻസുമായിട്ട് ടൈറ്റ് പാൻറ്റുമിട്ട് ഫ്രീക്കനായി വന്ന് അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് വാപ്പാടെ മഗ്ഫിറത്തിന് വേണ്ടി, ഉമ്മാടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹുവിൻ്റെ നോട്ടമില്ല കേട്ടോ. അല്ലാഹുവിൻ്റെ നോട്ടം നമുക്ക് വേണം. അതുകൊണ്ട് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും നല്ല രൂപത്തിൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. മനുഷ്യരെ അല്ലാഹു സൃഷ്ടിച്ചത് വളരെ നല്ല രൂപത്തിലല്ലേ? നല്ല മുടി നൽകി, നല്ല ശരീരം നൽകി, നല്ല വസ്ത്രങ്ങൾ നൽകി, സുലഭമായി നല്ല വസ്ത്രം കിട്ടുമ്പോൾ ആ വസ്ത്രമെല്ലാം തോന്നിവാസങ്ങളിലൂടെ ഉപയോഗപ്പെടുത്തി അല്ലാഹുവിൻ്റെ നോട്ടം ലഭിക്കാതെ അതേ പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഉണർത്തിയത്, പ്രിയപ്പെട്ടവരെ, നെരിയാണിക്ക് താഴെ വലിച്ചയക്കുന്നവരുടെ വസ്ത്രം അത് നരകത്തിലേക്കുള്ളതാണെന്നാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതും അത് തന്നെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതേ ഭംഗിക്ക് വേണ്ടി കറുപ്പ് ചായം തേച്ച് അതേ മുടി നിരയുള്ള മുടിയെ കറുപ്പിക്കുന്ന ചെറുപ്പക്കാരില്ലേ? ഏത് പള്ളിയിലേക്ക് ചെന്ന് നോക്കിയാലും പ്രായം ചെന്നവരുടെ അടക്കം മുടി അതേ കറുപ്പിച്ച് നടക്കുന്നവരാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതേ മരണത്തെ ഓർമ്മിപ്പിക്കാൻ ഒരാളെ പൈസ കൊടുത്ത് നിർത്തിയിരുന്നു അത്രേ. അങ്ങനെ അതാ മുടിയൊന്ന് നരച്ചപ്പോൾ പറഞ്ഞു, ഇനി നീ നിന്റെ പാട് നോക്കിക്കോ, നീ ഇവിടെ ജോലി ചെയ്യണ്ട, എനിക്ക് മരണത്തിലേക്കുള്ള ഇഷാറത്ത് ലഭിച്ചുപോയി, മരണത്തിലേക്ക് ഞാൻ അടുത്തുപോയി എന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, ആധുനിക ലോകത്ത് ജീവിക്കുന്നവർ, ശരീരത്തെ ഭംഗിപ്പെടുത്തി നടക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നാം ഈ കറുപ്പു ചായം ധരിച്ച് നിസ്കരിക്കുമ്പോൾ നിസ്കാരം ശരിയാകൂല. അതേ നമ്മുടെ ശുദ്ധീകരണങ്ങളൊന്നും ശരിയാകൂല. വലിയ ശുദ്ധിയുടെ കുളി ശരിയാകൂല, വുളു ശരിയാകൂല. സുബ്ഹാനല്ലാഹ്. ഒരു സ്ഥലത്തൊരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ മയ്യത്ത് കുളിപ്പിക്കാൻ നോക്കുമ്പോൾ നിറയെ ഡൈ ചെയ്ത മുടിയാണ്. വളരെ കഷ്ടപ്പെട്ട്, വെള്ളം ചേരാതെ കഷ്ടപ്പെട്ട് തേച്ചൊരച്ച് കഴുകി വളരെ പ്രയാസപ്പെട്ടിട്ടും വെള്ളം ചേരാത്ത സാഹചര്യം വന്നുപോയി. എന്ത് ചെയ്യാനാണ്?
ഹറാമാണ്. വിപണിയിൽ കിട്ടുന്നതെല്ലാം വാരിത്തേച്ച് ഉളുഇന്റെ വെള്ളം വെട്ടാത്തവർ ഇതുപോലെ മൈലാഞ്ചി ഉപയോഗിക്കുന്ന സ്ത്രീകളില്ലേ, കാണുന്ന ട്യൂബ് മൈലാഞ്ചി വാങ്ങി തേച്ച് ഒന്നടർത്തുമ്പോൾ അടർന്നു പോകുന്ന മൈലാഞ്ചി തേച്ച് ഇങ്ങനെ പരിശുദ്ധ ദീനിനെതിരെ പ്രവർത്തിച്ച് അതേ കുളിയും നിസ്കാരവും ഇബാദത്തോളൊന്നും ശരിയാകാതെ വൃത്തികേടാക്കുകയാണ് ശരീരം. അതേ സ്ഥാനത്ത് പഴയകാലത്ത് വിവാഹം വരുമ്പോൾ അതുപോലെ തന്നെ പെരുന്നാൾ വരുമ്പോൾ സ്ത്രീകൾ മൈലാഞ്ചി ഇടാറുണ്ടല്ലോ. അത് നല്ല മൈലാഞ്ചി. ആ മൈലാഞ്ചി അരച്ച് പണിയെടുത്ത് നല്ല വൃത്തിയിൽ അത് തേച്ചു പിടിപ്പിച്ച് നിറമുണ്ടാക്കുന്നു. ഇന്ന് ശരീരത്തിൽ സ്റ്റുടെക്സും അതുപോലെ തന്നെ മൈലാഞ്ചിയും തേച്ച് വികൃതമായ രൂപത്തിൽ കുട്ടികളുടെ കൈകൾ നമുക്ക് കാണാൻ സാധിക്കും. വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാരികളുടെ കൈകൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ഇബാദത്തുകളും അതിൽ നമുക്ക് വലിയ ഇഖ്ലാസും തഖ്വയൊന്നുമില്ല. പക്ഷേ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കണ്ടേ. നമ്മുടെ നജസ് വൃത്തിയാക്കേണ്ടത് ശ്രദ്ധിക്കണ്ടേ, ശുദ്ധീകരണം ശ്രദ്ധിക്കണ്ടേ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നൽകിയ ആ മഹത്തായ ഭംഗിയും ആ കോലവും ആ രൂപവും ആ ഭാവവും നമ്മൾ എന്തിനു മാറ്റി തീർക്കണം. നല്ല ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.